ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു സ്പെഷ്യൽ അടയുണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായ മാവ് അരിപ്പൊടി ഇതാ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കണ പോലെ കുഴച്ച് വയ്ക്കണം കേട്ടോ, തിളച്ച വെള്ളം ഒഴിച്ചിട്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ, 3 ശർക്കര എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നാളികേരം, ഒരു 5-6 ഏലക്കായ. ഇത്രയും സാധനങ്ങളൊക്കെ വേണം കേട്ടോ. ശർക്കര ഉരുക്കണമൊന്നുമില്ല, പൊടിച്ചെടുക്കണമല്ലോ. എന്നിട്ട് നാളികേരം ഏലക്കായ പൊടിച്ചൊക്കെ കൂടി മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഏലക്കായും ഇത്തിരി പഞ്ചസാരയും കൂടിയിട്ട് അത് ഇതിലിട്ട് തേങ്ങയും പിന്നെ ശർക്കരയും കൂടിയിട്ട് നന്നായി ഒന്ന് കൈ കൊണ്ട് തിരുമ്പി മിക്സ് ചെയ്യണം കേട്ടോ. സ്പെഷ്യൽ അട എന്ന് പറഞ്ഞത് സാധാരണ ഉണ്ടാക്കാറുള്ള പോലത്തെ അടയല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കണേ, നൂലട എന്ന് പറയും. അത് ഈ നൂലപ്പത്തിൻ്റെ അച്ചിൽ ഈ സേവനാഴിയിലിട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ മാവ് നിറച്ചിട്ടിട്ട് നമുക്കതൊന്ന് അടച്ച് എടുക്കണം കേട്ടോ. നമ്മൾ ഇടിയപ്പത്തിന് എങ്ങനെയാണോ മാവ് കുഴയ്ക്കണം അതേപോലെ തന്നെ കുഴയ്ക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കുറേശ്ശെ, അധികം ലൂസ് ആവാണ്ട് മാവ് കുഴച്ചെടുക്കണം. പിന്നെ ഇതാ നമുക്ക് ഈ ഇലയിൽ ഇത് ചിറ്റി കൊടുക്കണം കേട്ടോ. അധികം കനത്തിൽ ചിറ്റണ്ട കേട്ടോ, അപ്പോൾ വേവാൻ ബുദ്ധിമുട്ടാവും. തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചില്ലെങ്കിൽ സോഫ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അടയ്ക്ക് കല്ല് പോലെ ഇരിക്കും അട. അപ്പോൾ ഇതെല്ലാം പരത്തി അതുപോലെ മാവ് ചിറ്റിയെടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങയും ശർക്കരയും ഏലക്കായും കൂടി ചേർത്തത് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ സാധാരണ അട മടക്കണ പോലെ തന്നെ മടക്കി വെച്ച് എടുക്കാം കേട്ടോ അതെല്ലാം. ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെക്കണം കേട്ടോ. ഈ വാഴയുടെ തണ്ട് ചെറുതാക്കി വെച്ചേക്കണത് അടയുടെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ആവി കയറി പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടക്കി വെച്ച് കഴിഞ്ഞാൽ അട വേവില്ല, നടുഭാഗമൊന്നും വേവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ വാഴയുടെ പട്ട കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ വെച്ചേക്കണത്. എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടയുടെ എല്ലാ ഭാഗവും നന്നായി വെന്ത് കിട്ടും. ഇനി ഇതുവരെ അരമണിക്കൂർ നേരം ഒന്ന് വേവാൻ വയ്ക്കണം കേട്ടോ. അരമണിക്കൂർ വേണം, എന്നാലേ വെന്ത് കിട്ടുള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതാ തുറന്ന് നോക്കിയിട്ടാ, അപ്പോൾ വെന്തിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കി വെച്ചു കേട്ടോ. ഇനി നമുക്കതൊന്ന് എടുത്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതാ അടി തുറന്ന് നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.